ഭാരതത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും കുട്ടികളിൽ സംരക്ഷിക്കുന്നതിനായി ഭാരത് വികാസ് പരിഷത്ത് ശാഖ സംസ്ഥാനതല ഹിന്ദി, സംസ്കൃത, മലയാള സംഘഗാന മത്സരം സംഘടിപ്പിച്ചു. കൊച്ചി എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതനിൽ വച്ച് നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്നും 100ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഒരു പുണ്യ പുരാതന ഭൂമിതാ, പുതിയൊരു വേഷവിധാനമിതാ, പല ജാതി മതങ്ങളിൽ അലിവുണരും പ്രിയമാമൊരു ഭാരത ഭൂമിതാ, ഒരു പുണ്യ പുരാതന ഭൂമിതാ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. भारत माँ के संताने हम, शीश झुकाना क्या जाने, धरा उठा ले गगन झुका दे, उठे चले सीना ताने. भारत माँ के संताने हम, भारत माँ के संताने हम, भारत माँ के संताने हम. ഒരു സേവന സംസ്കാര അധിഷ്ഠിത രാഷ്ട്രീയേതര സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ് BVP. ഈ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ്റെ ഉദ്ദേശം കേരളത്തിലുള്ള പല സ്കൂളുകളിലെ കുട്ടികളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേട്രിയോട്ടിക് സോങ്ങിൻ്റെ കോമ്പറ്റീഷനാണ്. 3 പാട്ടുകളാണ് അവർക്ക് പാടാനുള്ള അവസരം. ഹിന്ദി, സാൻസ്ക്രിറ്റ് ഓർ മലയാളം. ഇങ്ങനെ 3 പാട്ടുകളിൽ ഏത് ഓഫ് ദി 2 songs ദേ ഷുഡ് സിംഗ്. 2 പാട്ട് സെലക്ട് ചെയ്തിട്ട് ആ പാട്ട് പാടി അതിന് സെലക്ഷൻ ആയ കുട്ടികളെ നമ്മൾ റീജിയണൽ ലെവൽ കോമ്പറ്റീഷനിൽ ഗുണ്ടൂരിലുണ്ട്. അതിനുശേഷം ഇത് നാഷണൽ ലെവലിലേക്ക് വരെ പോകുന്ന ഒരു കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് ലെവലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞത്. ഭാരത് വികാസ് പരിഷത്ത് ആസ് എൻ ഓർഗനൈസേഷൻ 1963 ഇന്ത്യ ചൈന വാറിന് ശേഷം ഇന്ത്യൻ സോൾജേഴ്സിനും ഇന്ത്യൻ ആർമിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്ന് ഡൽഹിയിൽ ഉള്ള മെയിൻ ഇൻഡസ്ട്രിയലിസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഭാരത് വികാസ് പരിഷത്ത്. ഇതിൻ്റെ മെയിൻ objective is to promote Indian values and culture among the youth and the society. അതുകൊണ്ടാണ് ഞങ്ങളെ കൂടുതലും കുട്ടികളിലേക്ക് ഇന്ത്യൻ വാല്യൂസിനെയും ഇന്ത്യൻ കൾച്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കൂടാണ് നമ്മൾ ഈ ഭാരത് കോ ജാനോയും അതുപോലെ നാഷണൽ ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ നടത്തുന്നത്. ഈ ഭാരത് കോ ജാനോ അതുപോലെ ഇത് ക്വിസ് കോമ്പറ്റീഷനാണ്. ഇറ്റ്സ് അഗെയിൻ അബൌട്ട് ദി ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ വാല്യൂസ് ആൻഡ് ഇന്ത്യൻ അച്ചീവ്മെൻറ്റ്സ്. ഇങ്ങനെയുള്ളൊരു ക്വിസ് കോമ്പറ്റീഷൻ again state level നമ്മൾ കണ്ടക്ട് ചെയ്യും. ആക്ച്വലി ഇനിഷ്യലി വി ഇൻവൈറ്റ് സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത് ജയിക്കുന്ന കുട്ടികളെ നമ്മൾ റീജിയണൽ ലെവൽ, അതിനുശേഷം നാഷണൽ ലെവലിലേക്ക് ഈ കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അത് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ. ഇൻഫാക്ട് നാഷണൽ ലെവൽ വി ഹാവ് 1600 branches of Bharat Vikas Parishad and almost 3 lakh members. ഭാരത് വികാസ് പരിഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവറി ഫാമിലി ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് അല്ല, ഒരു ഫാമിലി ആയിട്ടാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിൻ്റെ ഉദ്ദേശം തന്നെ ഹൗ യു ക്യാൻ പ്രൊമോട്ട്, ഹൗ യു ക്യാൻ റെസ്പെക്ട്, ഹൗ യു ക്യാൻ പ്രൊമോട്ട് ദി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇൻ യുവർ ഓൺ ഫാമിലി ആൻഡ് സോ ഇൻ ദി സൊസൈറ്റി. അതാണ് ഈ ഭാരത് വികാസ് പരിഷത്തിൻ്റെ മെയിൻ മോട്ടോ തന്നെ. ബിക്കോസ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല, കുട്ടികളെ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ, ദാറ്റ് ഈസ് ഫോർ ദി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് ഗ്രോയിങ്. ഈ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഇന്ത്യ നീഡ്സ് വെരി ആക്റ്റീവ് ആൻഡ് എംപവേർഡ് സിറ്റിസൻസ് ഫോർ ഫ്യൂച്ചർ. ആൻഡ് ദോസ് എംപവേർഡ് സിറ്റിസൻസ് ഹൂ വാല്യൂ അവർ കൾച്ചർ, ഹൂ ഗ്രോ വിത്ത് അവർ കൾച്ചർ. അതാണ് ഭാരത് വികാസ് പരിഷത്തിൻ്റെ കോർ ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് ദ റീസൺ വി റീച്ച് ഔട്ട് ടു സ്കൂൾസ്. അതുപോലെ നമ്മൾ പാട്ട് കോമ്പറ്റീഷൻ നോർമൽ പാട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വി പ്രൊമോട്ട് പാട്രിയോട്ടിക് സോങ്സ് ഓൺലി സോ ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ലവ് ദെയർ നേഷൻ, ചിൽഡ്രൻ ഷുഡ് ലവ് ദെയർ കൺട്രി. And with this value they should grow to become the future citizens. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടക്ടിങ് സച്ച് പ്രോഗ്രാംസ് ബൈ ഭാരത് വികാസ് പരിഷത്ത്. അതുപോലെ നമ്മൾ ഭാരത് കോ ജാനോ എന്നുള്ള ക്വിസ് പ്രോഗ്രാമും എക്സ്ക്ലൂസീവ്ലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇന്ത്യ. ബിക്കോസ് അവർ ചിൽഡ്രൻ ഷുഡ് നോ വാട്ട് ദി ലെഗസി വാട്ട് വി ആർ ക്യാരിങ് ഫോർവേഡ്. എത്രയോ വർഷങ്ങളിലുള്ള നമ്മുടെ ഹിസ്റ്ററി, thousands of years of Indian history, our children should know. And the best way to do that is to bring in such competition so that they at least read, they try to understand what our history is, what our culture is, so that this generation is prepared to meet the future requirement of this nation. അതാണ് ഇതിൻ്റെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈവൻ രാമായണ ക്വിസ് നടത്തിയിരുന്നു.
രാമായണ മാസം കഴിഞ്ഞപ്പോൾ രാമായണ ക്വിസ് നടത്തിയിരുന്നു. കുറേ കുട്ടികൾ കുറേ സ്കൂളിൽ നിന്ന് പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസാണ് നമ്മൾ നടത്തിക്കൊണ്ട് കുട്ടികളെ വി വോണ്ട് ടു ഡെവലപ്പ് ദം, ബ്രിങ് ദം അപ്പ് ആസ് ദി ഐഡിയൽ സിറ്റിസൺ ഓഫ് ദിസ് നേഷൻ. സമൂഹത്തെ സേവിക്കുക, രാജ്യസ്നേഹം, ദേശീയ ഐക്യം, അഖണ്ഡത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാംസ്കാരികവും സാമൂഹികവും അക്കാദമികവും ധാർമ്മികവും ദേശീയവും ആത്മീയവുമായ മാനുഷിക പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമാണ് സംഘടന സമർപ്പിക്കുന്നത്. 140 കുട്ടികളോളം വന്നിരുന്നു ഇന്ന്. ആ 140 കുട്ടികൾ ശരിക്കും ഇതിലേക്കങ്ങ് ഇറങ്ങി വരിക നമ്മൾക്ക് പുറകിലായിട്ട്. കാരണം ഞങ്ങളൊരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് നമുക്കത് പകരാൻ കഴിഞ്ഞു. ആ ഒരു ചാരിതാർത്ഥ്യം ഓരോ വർഷവും നമുക്ക് സ്കൂളുകൾ കൂടി വരികയാണ്. 6, 7 തുടങ്ങി 12ആയി, ഇപ്പോൾ 15ആയി. ഇനി അത് കൂടി വരുന്നുണ്ട്. ഇന്ന് കോമ്പറ്റീഷൻസ് പലതും നടക്കുന്നുണ്ട്. 2 സ്കൂൾ വന്നില്ല. അപ്പം ഞങ്ങൾ അതിൽ കൂടുതൽ സന്തോഷം കാണുകയാണ്. കാരണം വിവേകാനന്ദൻ്റെ 5 ആശയങ്ങളും ഞങ്ങൾ ചെയ്യുന്നവരാണ്. സേവ ചെയ്യും, സമർപ്പൺ ചെയ്യും, സംസ്കാരി, അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്യും. ഒരു വർഷത്തെ ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നോക്കിയാൽ അത് മനസ്സിലാവും. കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ അവരെ എങ്ങനെയാണ് രാജ്യസ്നേഹിയാക്കി മാറ്റുക, അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികളിൽ ഭാരത വികാസ് പരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു സംഘടനയല്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഈ കുട്ടികൾ പാട്രിയോട്ടിക് സോങ് പാടാൻ ഇവിടെ വരികയാണെങ്കിലും ഭാരത വികാസ് പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയെപ്പറ്റി ഒന്ന് കേൾക്കുകയാണ് അവർ. അങ്ങനെ അവരിൽ ഈ രാജ്യസ്നേഹം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന ലക്ഷ്യമാണ്. BVP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിന്റെ സംസ്ഥാനതല മത്സരമാണ് കൊച്ചി എളമക്കരയിൽ നടന്നത്.